വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മള് എൻവിറോൺമെന്റൽ എഞ്ചിനീയറിംഗിലെ വാട്ടറിന്റെ ട്രീറ്റ്മെന്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ. ഒരുപാട് സ്റ്റെപ്പുകളോട് നമ്മൾ കടന്നുപോയി. സ്ക്രീനിങ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? വാട്ടർ ട്രീറ്റ്മെന്റിന്റെ സീക്വൻസ്, സ്റ്റെപ്സിന്റെ സീക്വൻസ് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ സ്ക്രീനിങ് എന്താ എന്ന് ചോദിക്കാറുണ്ട്, അത് നമ്മൾ കണ്ടു. രണ്ടാമത്തെ സ്റ്റെപ്പ് ആയിരുന്നു എയറേഷൻ. നോക്കിയേ, അതും നമ്മൾ കണ്ടു. എയറേഷനിൽ മിക്കവാറും എല്ലാ സാധനങ്ങളും റിമൂവ് ചെയ്യപ്പെടുന്നതായി നമ്മൾ കണ്ടിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ കണ്ടത് പ്ലെയിൻ സെഡിമെന്റേഷൻ ആണ്. പിന്നീട് നമ്മൾ കണ്ടത് പ്ലെയിൻ സെഡിമെന്റേഷൻ എഫിഷ്യൻസി അത്ര പോരാത്തത് കൊണ്ട് നമ്മൾ അതിനെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി എന്ത് കൊടുത്തു? കൊയാഗുലേഷൻ സെഡിമെന്റേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തു. അഞ്ചാമത്തെ സ്റ്റെപ്പായ ഫിൽട്രേഷൻ നമ്മൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടതാണ് അല്ലെ. രണ്ട് ടൈപ്പ് ഓഫ് ഫിൽട്രേഷൻ ഉണ്ടായിരുന്നു. റാപ്പിഡ് സാൻഡ് ഫിൽട്ടർ ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. സ്ലോ സാൻഡ് ഫിൽട്ടറിന് ഏരിയ വല്ലാതെ വേണം, അതേപോലെ കിട്ടാവുന്ന ക്വാണ്ടിറ്റി ഓഫ് ദ ട്രീറ്റഡ് വാട്ടർ വളരെ കുറവാണ്. എത്രയേ ഉണ്ടായിരുന്നുള്ളൂ? 100 മുതൽ 200 ലിറ്റർ പെർ മീറ്റർ സ്ക്വയർ പെർ അവറേ ഉണ്ടായിരുന്നുള്ളൂ. ഓൺ ദ അതർ ഹാൻഡ് റാപ്പിഡ് സാൻഡ് ഫിൽട്ടറിൽ അതിന്റെ 30 ടൈംസ് കൂടുതലായിട്ട് കാണപ്പെട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നീട് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ആണ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഡിസിൻഫെക്ഷൻ ആണ്. ഓക്കെ, ട്രീറ്റ്മെന്റിന്റെ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പായ ഡിസിൻഫെക്ഷനിലേക്ക് കടക്കുകയാണ്. എന്താണ് ഡിസിൻഫെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഏതാണ്? ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം അല്ലെ. യെസ്, രോഗങ്ങൾക്ക് കാരണമാവുന്ന മൈക്രോ ഓർഗാനിസത്തിന്റെ റിമൂവൽ, അതാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആൻഡ് ദ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസിനെ നമ്മൾ എന്തും പറയാറുണ്ട്? അതിനെ നമ്മൾ പാത്തജൻസ് എന്നും പറയാറുണ്ട്. സോ ചുരുക്കി പറഞ്ഞാൽ ഡിസിൻഫെക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് ഏതാണ്? പാത്തജൻസ് ആണ്. ദാറ്റ് ഈസ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. എന്താണ് ഈ പറയുന്ന ഡിസിൻഫെക്ഷന്റെ ഉദ്ദേശം എന്ന് ചോദിച്ചാൽ ഇപ്പൊ പറഞ്ഞത് തന്നെയാണ്. നമ്മുടെ വെള്ളത്തിലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒബ്ജക്റ്റീവ്. എന്താണ്? ഓൾറെഡി വെള്ളത്തിൽ എക്സിസ്റ്റിംഗ് ഉള്ള മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്താണ്? ഇനി ഫ്യൂച്ചറിൽ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസം വരാനുള്ള സാധ്യത ഉണ്ട്, അതിന് എഗെയിൻസ്റ്റും എന്ത് ചെയ്യുക? സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക. സോ രണ്ട് മെയിൻ ഒബ്ജക്റ്റീവ് ആണ്. റിമൂവിംഗ് ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് മൈക്രോ ഓർഗാനിസം ആൻഡ് ഓൾസോ സേഫ് ഗാർഡ് അഗെയിൻസ്റ്റ് ഫ്യൂച്ചർ റീകണ്ടാമിനേഷൻ ആണ്. സോ അതും കണക്കാക്കിക്കൊണ്ടാണ് നമ്മൾ എപ്പോഴും ഡിസിൻഫെക്ഷൻ ചെയ്യാം. ഡിസിൻഫെക്ഷൻ എന്തായിരുന്നു? റിമൂവൽ ഓഫ് ദ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസംസ് ആണ്. എല്ലാ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓൾ കൈൻഡ് ഓഫ് മൈക്രോ ഓർഗാനിസം, അതിനെയാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയാം. ഡിസിൻഫെക്ഷൻ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്താണ് സ്റ്റെറിലൈസേഷൻ എന്ന ഡിഫറൻസ് കൂടി മനസ്സിലാക്കുക. നോക്കിയേ, ഈ പറയുന്ന മെത്തേഡ്സ് ഓഫ് ഡിസിൻഫെക്ഷൻ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഫിസിക്കൽ മെത്തേഡ് ആണ്, രണ്ടാമത്തെ ഏതാണ്? കെമിക്കൽ മെത്തേഡ് ആണ്. ഒന്ന് ഫിസിക്കൽ മെത്തേഡ് ആണ്, സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ മെത്തേഡ്. എന്താണ് കെമിക്കൽ മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വി ആർ ആഡിങ് സർട്ടൻ കെമിക്കൽസ് ഫോർ ദ റിമൂവൽ ഓഫ് ദ ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. ഫിസിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയ നാട്ടില് മിക്കവാറും കൊണ്ടു നടക്കാറുള്ളത് UV റേഡിയേഷൻസിന്റെ എക്സ്പോഷർ ആണ്. അൾട്രാ വയലറ്റ് റേഡിയേഷൻസ് എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസിന്റെ പ്രോട്ടോപ്ലാസം എന്ത് ചെയ്യാറുണ്ട്? ഡിസ്ട്രോയ് ചെയ്യാറുണ്ട്. അങ്ങനെ മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യപ്പെടുന്നു. ഇത് ആക്ച്വലി എന്താണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ പ്രോസസ് ഓഫ് എന്താണ്? സ്റ്റെറിലൈസേഷൻ ആണ്. ഓക്കെ, അത് എല്ലാ ടൈപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസിനെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. പക്ഷേ നോക്കിയേ, നമുക്ക് ട്രീറ്റ് ചെയ്യണം എന്താണ്? 10-40 ലക്ഷം ആളുകളിലേക്ക് എത്തിക്കേണ്ട വെള്ളത്തിനെയാണ്. അതായത് വല്ലാത്ത ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടത്. ആ വെള്ളത്തിനെ UV റേഡിയേഷൻസ് വെച്ച് ട്രീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ചെലവൊന്നും ആയിരിക്കില്ല, ഗംഭീരമായ ചെലവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് നമ്മൾ പ്രാക്ടിക്കലി പ്രിഫർ ചെയ്യാറില്ല. സ്മോൾ ക്വാണ്ടിറ്റിക്ക് വേണ്ടി മാത്രമേ ചെയ്യാറുള്ളൂ. സിൻസ് ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്, വി ആർ നോട്ട് പ്രിഫറിംഗ് ദിസ് മെത്തേഡ് ആണ്. ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന UV റേഡിയേഷൻ വെച്ച് വാട്ടറിനെ ട്രീറ്റ് ചെയ്താൽ അവിടെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ദർ ഈസ് നോ സെക്കൻഡറി എഫക്ട്. എന്താണ് സെക്കൻഡറി എഫക്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ നോക്കിയ ക്ലോറിൻ ആണ് നമ്മൾ എപ്പോഴും അല്ലെ ഡിസിൻഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ക്ലോറിൻ ആഡ് ചെയ്ത വെള്ളത്തിൽ നമുക്കറിയാം അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ ആ വെള്ളത്തിന്റെ കളറിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഒരു മിൽക്കി ഒപ്പാക്നെസ്, ഒരു വൈറ്റ് കളർ ഉണ്ടാവും അല്ലെ. ക്ലോറിൻ ആഡ് ചെയ്തുകൊണ്ട് ഡിസിൻഫെക്ഷൻ നടത്തിയാൽ നമ്മുടെ ഉദ്ദേശം നടക്കും, അതായത് മൈക്രോ ഓർഗാനിസം റിമൂവ് ആവുന്നുണ്ട്. ബട്ട് അത്തരത്തിലുള്ള വെള്ളത്തിൽ പിന്നീട് എന്ത് കാണാം? ഒരു ടേസ്റ്റ് ഉണ്ടാവും ക്ലോറിന്റെ, അതേപോലെ തന്നെ വെള്ളത്തിന്റെ കളറിൽ ചെറിയൊരു മാറ്റം ഉണ്ടാവും. അതിനെയാണ് സെക്കൻഡറി എഫക്ട് എന്ന് പറയുന്നത്. നിങ്ങൾ UV റേഡിയേഷൻസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്രോ ഓർഗാനിസം റിമൂവ് ആയിക്കോളും, പക്ഷെ അവിടെ എന്തുണ്ടാവില്ല? യാതൊരു സെക്കൻഡറി എഫക്റ്റും ഇല്ല. ഇതേപോലെയുള്ള അടുത്ത ഫിസിക്കൽ മെത്തേഡാണ് വെള്ളത്തിനെ നമ്മൾ നല്ലപോലെ തിളപ്പിക്കുക. ബോയിലിംഗ് ദ വാട്ടർ ഏറ്റവും നല്ല മെത്തേഡാണ്. പക്ഷെ നോക്കിയാൽ ഹ്യൂജ് ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ആളുകളിലേക്ക് എത്തിക്കേണ്ട 10-50 ലക്ഷം ആളുകളിലേക്ക് എത്തിക്കേണ്ട വെള്ളമാണ്. ആ വെള്ളം എന്ന് വെച്ചാൽ ചില്ലറ വെള്ളമൊന്നും ആയിരിക്കില്ല, വലിയ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ആണ്. ആ മൊത്തം വെള്ളം തിളപ്പിച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല. ഓക്കെ, എക്സ്പെൻസീവ് മെത്തേഡ് ആണ്. cannot be used for huge quantity of water. അതേപോലെ തന്നെ തിളപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസം റിമൂവ് ആവും.
പക്ഷേ there is no secondary effect. ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷെ എന്താണ്, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ മെനക്കെടാറില്ല. ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഓക്കെ, വീട്ടിലെ 1-2 ആളുകൾക്ക് എന്ത് ചെയ്യാം, വെള്ളം തിളപ്പിച്ച് കൊടുക്കാം, അത്രേ പറ്റുള്ളൂ. മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷനിലെ രണ്ടാമത്തെ മെത്തേഡാണ് കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള കെമിക്കൽസ് നമുക്ക് ഉപയോഗിക്കാം ഈ പറയുന്ന ഡിസിൻഫെക്ഷന് വേണ്ടി. ആദ്യമായിട്ട് നമുക്ക് ലൈമാണ്. ലൈം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെള്ളത്തിലെ മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യാം. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സ്പെരിമെന്റലി ഒബ്സർവ്ഡ് ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ y ആക്സിസിൽ നമുക്ക് ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് കാണുന്നത്. ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസംസ് ആണ് ഓൺ ദ y ആക്സിസ് ആൻഡ് pH ആണ് നമുക്ക് x ആക്സിസിൽ കാണുന്നത്. ഇഫ് യു ആർ കമ്പയറിംഗ് ദിസ് വേരിയേഷൻ, ഇത്തരത്തിലാണ് നമുക്ക് വേരിയേഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. അതായത് as the pH increases, growth of the microorganism increases, and after a certain pH, എത്രയാണ്, pH is equal to 7 ശേഷം ഫർദർ നിങ്ങൾ pH ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കുറയുന്നതായി കാണുന്നു. ഓക്കെ, മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് എന്താവുന്നു, കുറയുന്നതായി കാണുന്നു. അതായത് ഇഫ് യു ക്യാൻ ഇൻക്രീസ് ദ pH ബിയോണ്ട് 7, നോക്കിയേ, pH ഡിക്രീസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കുറയ്ക്കാട്ടോ. പക്ഷെ pH ഡിക്രീസ് ചെയ്യുമ്പോൾ പ്രശ്നം എന്താണ്, വെള്ളം അസിഡിക് ആയി മാറും, അത് കുടിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് ബെറ്റർ എന്താണ്, വി ഓൾവേസ് ട്രൈ ടു ഇൻക്രീസ് ദ pH ബിയോണ്ട് 7 ആണ്. അപ്പോൾ എന്ത് കാണുന്നു, മൈക്രോ ഓർഗാനിസത്തിന്റെ ഗ്രോത്ത് കുറയുന്നു. ഓക്കെ, സോ ഇഫ് യു ആർ ഏബിൾ ടു ഇൻക്രീസ് ദ pH ഗ്രേറ്റർ ദാൻ 9.5 ആണ്. pH ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആഡ് ചെയ്യാം, ലൈം ആഡ് ചെയ്യാം. ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദ pH ബിയോണ്ട് 9.5, ഏകദേശം 95% മൈക്രോ ഓർഗാനിസം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ് പറയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? ആഡിംഗ് ലൈം ആൻഡ് ഇൻക്രീസിംഗ് ദ pH ബിയോണ്ട് 9.5 will remove 95% of the microorganisms. It have a secondary effect. പക്ഷെ എന്താണ്, ലൈം ആഡ് ചെയ്താൽ ഒരു സെക്കൻഡറി എഫക്ട് ഉണ്ടാവും. എന്താണ്, വെള്ളത്തിൽ ഒരു മിൽക്കി ഒപ്പാക്നെസ് ഇൻ ദ വാട്ടർ ഈസ് ഒബ്സർവ്ഡ് ആൻഡ് സിൻസ് ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആണ്, ഇറ്റ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ബൾക്ക് വാട്ടർ ആണ്. പക്ഷെ ലൈം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്താണ്, വെള്ളത്തിലൊരു ഒരു എന്താണ് വൈറ്റ് കളർ അല്ലെ, അത്തരത്തിലുള്ള ഒരു കളർ ചേഞ്ച് കാണാൻ പറ്റും. That's why we are not preferring. That is there is a secondary effect. പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കെമിക്കൽ ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്, ദാറ്റ് ഈസ് KMnO4. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ് ഇത്തരത്തിലുള്ള പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാറുള്ളത് ചോദിച്ചാൽ, നോക്കിയേ, ലെസ് കണ്ടാമിനേറ്റഡ് വാട്ടേഴ്സ് ലൈക്ക് ഏതാണ്, വെൽ വാട്ടർ, കിണറ്റിലെ വെള്ളങ്ങൾ അല്ലെ. കിണറ്റിലെ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ലെസ് കണ്ടാമിനേറ്റഡ് ആണ്, അതിൽ വലിയ അടങ്ങാറൊന്നുമില്ല, വലിയ തലവേദനൊന്നുമില്ല. അത്തരത്തിലുള്ള വാട്ടറുകളിൽ നമുക്ക് ഏത് ഉപയോഗിക്കാൻ പറ്റും, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് നിങ്ങൾ വാട്ടറിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കാണപ്പെടുന്നത്, നമ്മുടെ വാട്ടറിലെ കളർ പിങ്ക് കളറായി മാറും. പിങ്ക് കളറായി മാറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം which indicates there is a removal of microorganism and organic matter is occurring in the water എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആഡ് ചെയ്ത് വെള്ളത്തിൽ നമ്മുടെ വാട്ടറിൽ എന്ത് കളറായി മാറും, പിങ്ക് കളറായി മാറും. ആ കുറച്ച് കഴിഞ്ഞാൽ ആ പിങ്ക് കളർ അങ്ങ് പോകും. ദാറ്റ് മീൻസ് എല്ലാ റിമൂവലും നടന്നു കഴിഞ്ഞു എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ആൻഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഹാവ് വെരി ഗുഡ് പെർസെന്റേജ് ഓഫ് റിമൂവൽ ഓഫ് ഏതാണ്, കോളറ കോസിംഗ് ബാക്ടീരിയ. 100% കോളറ കോസിംഗ് ബാക്ടീരിയ റിമൂവ് ചെയ്യാനുള്ള എഫിഷ്യൻസിയാണ് ആർക്കുള്ളത്, KMnO4 നുള്ളത്. അറിഞ്ഞിരിക്കുക, ലെസ് കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് കേട്ടാൽ ഏതാണ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ്. ക്ലിയർ അല്ലേ? അടുത്ത് നോക്കിയേ, ട്രീറ്റ്മെന്റ് വിത്ത് ഓസോൺ ആണ്. ഓസോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയുന്ന വാട്ടറെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. ഓസോൺ എന്ന് വെച്ചാൽ O3. എക്സ്പെൻസീവ് ആണ് മെത്തേഡ്. ഓസോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പെൻസീവ് ആണ്, അതാണ് ഒന്നാമത്തെ പോയിന്റ്. എവിടെ യൂസ് ചെയ്യാറുണ്ട്, 5 സ്റ്റാർ ഹോട്ടലുകളിലെ അല്ലെങ്കിൽ 7 സ്റ്റാർ ഹോട്ടലുകളിലെ സ്വിമ്മിംഗ് പൂളിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഓസോൺ ഉപയോഗിക്കാറുണ്ട്. ഓസോൺ വാട്ടറിൽ ആഡ് ചെയ്യുമ്പോൾ അത് എന്തൊക്കെയായി മാറും, ഓസോൺ when gets dissociated into water it will convert into മോളിക്കുലാർ ഓക്സിജൻ ആയി മാറും. ഇതാണ് മോളിക്കുലാർ ഓക്സിജൻ. പിന്നെ എന്തായി മാറുന്നുണ്ട്, ദിസ് ഇസ് ഓൾസോ ഗെറ്റിംഗ് കൺവേർട്ടഡ് ഇൻടു നാസെന്റ് ഓക്സിജൻ ആണ്. ഈ പറയുന്ന നാസെന്റ് ഓക്സിജൻ ആണ് നല്ല എന്ത് പ്രോപ്പർട്ടി ഉള്ളത്, ഡിസിൻഫെക്ടിംഗ് പ്രോപ്പർട്ടി ഉള്ളത്. ഡിസിൻഫെക്ടിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസിനെ കൊല്ലാനുള്ള കൂടുതൽ കഴിവുള്ളത് ഈ പറയുന്ന നാസെന്റ് ഓക്സിജൻ ആണ്. ബട്ട് സിൻസ് ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ഫ്യൂച്ചർ റീകണ്ടാമിനേഷൻ അഗെയിൻസ്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. ക്ലിയർ അല്ലേ? സോ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ സ്വിമ്മിംഗ് പൂൾസ് ആണ്. സിൻസ് nascent oxygen is highly unstable, it does not give safety against future recontamination. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്.
ഓക്കെ അല്ലെ. ഓൾസോ ഈ പറയുന്ന പ്രോസസ് ഇസ് ഹൈലി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇത് പ്രിഫർ ചെയ്യാറുള്ള ചുരുങ്ങിയ അവസരങ്ങളിൽ മാത്രമേ എന്ത് കാണാറുള്ളൂ, ഈ പറയുന്ന ഓസോൺ ഉപയോഗിക്കാറുള്ളൂ. അറിഞ്ഞിരിക്കുക, സ്വിമ്മിംഗ് പൂളുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. സ്വിമ്മിംഗ് പൂൾ എന്ന് ഓർത്തപ്പോഴാണ് വേറൊരു പോയിന്റ് ഓർമ്മ വന്നത്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞ പ്രഷർ ഫിൽട്ടർ ആൻഡ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓസോൺ. യെസ്, ഇതെല്ലാം എന്തിനു വേണ്ടി ഉപയോഗിക്കാറുണ്ട്? സ്വിമ്മിംഗ് പൂളിലെ വാട്ടറിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ യെസ് 1-2 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയാറുണ്ട്. ബ്ലീച്ചിങ് പൗഡർ പറയും. അതും എങ്ങോട്ട് തന്നെയാണ് മാച്ച് ദ ഫോളോയിങ് പോകുന്നത്? സ്വിമ്മിംഗ് പൂളിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന 3 പോയിന്റുകളാണ്. ഒരേപോലെ തോന്നിക്കാവുന്ന പോയിന്റുകൾ ഒന്നിച്ച് ഒരു സ്ഥലത്ത് എഴുതി ഓർമ്മിക്കാൻ ശ്രമിക്കുക, കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? സോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെമിക്കൽ മെത്തേഡ് ഓഫ് ഡിസിൻഫെക്ഷൻ ആണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് 3ാമത്തെ മെത്തേഡ് ആണ് ഇത്, ഓസോൺ ഉപയോഗിച്ചുകൊണ്ട്. നമുക്ക് ലൈം ഉപയോഗിക്കാം, നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാം, KMnO4, അതേപോലെ തന്നെ ഓസോൺ ഉപയോഗിക്കാം. നിങ്ങൾക്ക് സിൽവർ ഉപയോഗിച്ചുകൊണ്ടും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് നടത്താൻ പറ്റും. സിൽവർ ഉപയോഗിച്ച് നടത്തുന്ന ഡിസിൻഫെക്ഷൻ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോ കാറ്റഡിൻ എന്ന് തന്നെയാണ് ചോദിക്കാറുള്ളത്. വാട്ട് യു മീൻ ബൈ ഇലക്ട്രോ കാറ്റഡിൻ? ഇറ്റ് ഈസ് ദ ഡിസിൻഫെക്ഷൻ പ്രോസസ് വിത്ത് ദ അഡീഷൻ ഓഫ് സിൽവർ. അല്ലെ, സിൽവർ ആഡ് ചെയ്തിട്ടുള്ള പരിപാടിയാണ്. പിന്നീടാണ് നമ്മുടെ നാട്ടില് എല്ലാവരും കൊണ്ടു നടക്കുന്ന ദ മേജർ ഡിസിൻഫെക്ഷൻ പ്രോസസ്, ദാറ്റ് ഈസ് ട്രീറ്റ്മെന്റ് വിത്ത് ക്ലോറിൻ, ഓർ ഇതിനെന്തും പറയാറുണ്ട് ക്ലോറിനേഷൻ എന്നും പറയാറുണ്ട്. അതായത് നിങ്ങൾ വെള്ളത്തിൽ ക്ലോറിൻ ആഡ് ചെയ്യുന്നു, എന്തൊക്കെയായി മാറും? വെള്ളത്തിൽ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ at a pH greater than 5 it get dissociated into HOCl ആണ്. ഓക്കെ, കെമിക്കൽ റിയാക്ഷന്റെ ഫർദർ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ആദ്യം ഉണ്ടാകാൻ പോകുന്ന ടീം ഏതാണ്? HOCl ആണ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഹൈപ്പോക്ലോറസ് ആസിഡ്. വെരി ഇമ്പോർട്ടന്റ് കെമിക്കൽ, ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ടീമാണ്. പക്ഷേ ഈ പറയുന്ന HOCl ഹൈലി അൺസ്റ്റേബിൾ ആണ്. Then that gets dissociated into at a pH greater than 8. അത് OCl minus plus H plus ആയി മാറും. അതേപോലെ തന്നെ ഇവരും അൺസ്റ്റേബിൾ ആണ്. ഇവർ തിരിച്ചെന്തായി മാറും? വീണ്ടും at a pH less than 7 they gets again dissociates into HOCl. ഈ ഉണ്ടായിരിക്കുന്ന OCl മൈനസിനെ പറയുന്ന പേര് ഹൈപ്പോക്ലോറൈറ്റ് അയൺ ആണ്. നോക്കിയേ, ക്ലോറിൻ നമ്മൾ വാട്ടറിൽ ആഡ് ചെയ്യുന്നു, എന്തുണ്ടാവുന്നു? HOCl ഉണ്ടാവുന്നു. HOCl ഫർദർ മാറി എന്തുണ്ടാവുന്നു? ഹൈപ്പോക്ലോറൈറ്റ് അയൺ ആയി മാറുന്നു. ഈ 3 ടീമുകളാണ് ഈ വെള്ളത്തില്. ഈ 3 ടീമുകൾ, നമ്മുടെ ക്ലോറിൻ, പിന്നീടുണ്ടായ HOCl, പിന്നീടുണ്ടാകാൻ പോകുന്ന OCl മൈനസ്, ഇവരെ ഒന്നിച്ച് നമ്മൾ പറയുന്ന പേരാണ് ഫ്രീലി അവൈലബിൾ ക്ലോറിൻ, അല്ലെങ്കിൽ FAC എന്ന് പറയാറുണ്ട്. ഇവര് നല്ല ഡിസിൻഫെക്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ള ആളുകളാണ്. ഇവരാണ് ആക്ച്വലി മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യുന്നത്. ഈ 3 എണ്ണത്തില് ആരാണ് സ്ട്രോങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് 80 ടൈംസ് മോർ പവർഫുൾ ആണ് ഏത്? ഈ പറയുന്ന HOCl, ഹൈപ്പോക്ലോറസ് ആസിഡ്. ഇറ്റ് ഈസ് ഹാവിംഗ് മോർ ഡിസിൻഫെക്റ്റിംഗ് പ്രോപ്പർട്ടി. ഈ 3 എണ്ണത്തിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ HOCl ആണ് കൂടുതൽ ഡിസിൻഫെക്റ്റിംഗ് പ്രോപ്പർട്ടി ഉള്ളത്. എത്ര ടൈംസ് എന്ന് ചോദിക്കാറുണ്ട്. എത്ര ടൈംസ് ആണ്? 80 ടൈംസ് മോർ പവർഫുൾ ആണ്. അതുകൊണ്ട് തന്നെ ക്ലോറിനേഷൻ നടത്തുമ്പോൾ നമ്മൾ എന്താണ് കൂടുതൽ താല്പര്യപ്പെടുക? HOCl കൂടുതൽ ഉണ്ടായിക്കോട്ടെ എന്നായിരിക്കും നമ്മൾ താല്പര്യപ്പെടുക. കാരണം HOCl ആണ് കൂടുതൽ എന്ത് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യാനുള്ള കഴിവുള്ളത്. ആ കാരണം കൊണ്ടാണ് നമ്മൾ എപ്പോഴും pH എത്ര മെയിൻറ്റെയിൻ ചെയ്യുന്നത്? 5 to 7 നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അല്ലെ, നിങ്ങൾ നോക്കിയേ, ആസ് പെർ ദ റിയാക്ഷൻ pH greater than 5 ആകുമ്പോൾ എന്തുണ്ടാവുന്നു? HOCl ഉണ്ടാവുന്നു. ആൻഡ് ഓൾസോ pH less than 7 ആകുമ്പോഴും HOCl ഉണ്ടാവുന്നു. സോ ഡ്യൂറിംഗ് ക്ലോറിനേഷൻ we always try to maintain a pH of 5 to 7 so that we can always obtain what? HOCl in the water. And HOCl വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഡിസിൻഫെക്ഷൻ നടക്കും എന്നുള്ള അഡ്വാൻറ്റേജ് ആണ് അവിടെ കാണുന്നത്. ക്ലിയർ അല്ലേ? സോ നോക്കിയേ, പോയിന്റുകൾ നോക്കിയേ. Among FAC, HOCl is the strongest disinfectant. It is 80 times more disinfectant than other ആണ്. But HOCl എന്താണ്? ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതിന് ഫ്യൂച്ചർ റീകണ്ടാമിനേഷൻ പറ്റില്ല. ഇപ്പൊ ഉള്ള എല്ലാ ടീമിനെയും അത് നശിപ്പിക്കും വളരെ എഫിഷ്യന്റ്ലി. ബട്ട് ഫ്യൂച്ചറിൽ ഇനി ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ അതിന് പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഹൈലി അൺസ്റ്റേബിൾ ആണ്. ഈ കാരണങ്ങൾ കൊണ്ട് ബൈ കീപ്പിംഗ് ദ pH between 5 to 7 we can increase the efficiency of chlorination. ഇത് ചോദിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? pH should be between 5 to 7 ആയിരിക്കണം. പോയിന്റ് ഓക്കെ അല്ലേ? നോക്കിയേ, ഈ ക്ലോറിൻ ആഡ് ചെയ്യുമ്പോൾ ആദ്യം എന്താ പറഞ്ഞത്? FAC എന്ന് പറയുന്ന ടീമുകൾ ഉണ്ടായി. ഫ്രീലി അവൈലബിൾ ക്ലോറിൻ ആരൊക്കെയാണ്? ക്ലോറിൻ, HOCl ആൻഡ് OCl മൈനസ്. ഇനി
നമ്മുടെ ഇപ്പൊ ഉണ്ടായ ഈ പറയുന്ന ക്ലോറിൻ ഫർദർ ഉണ്ടായ HOCl എന്തുമായിട്ടും റിയാക്ട് ചെയ്യും. വെള്ളത്തിൽ എന്തെങ്കിലും ഫോമിൽ അമോണിയ ഉണ്ടെങ്കിൽ ഈ പറയുന്ന അമോണിയയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും നോക്കിയേ, NHCl2 ഫോം ചെയ്യാറുണ്ട്. ആൻഡ് ഫർദർ NHCl2 വീണ്ടും ഈ പറയുന്ന HOCl റിയാക്ട് ചെയ്തിട്ട് NH2Cl ആണ്. സോറി, ഫസ്റ്റ് വൺ ഏതാണ്? NH2Cl ആണ്. ദെൻ ഉണ്ടാവുന്നു NHCl2. ദെൻ ഈ പറയുന്ന ഈ പറയുന്ന NH2Cl ഫർദർ മാറി എന്താവും? NHCl2 ആയി മാറും. ആൻഡ് ഈ പറയുന്ന NHCl2 വീണ്ടും HOCl കമ്പൈൻ ചെയ്ത് എന്തായി മാറും? NCl3 ആയി മാറും. അതായത് ഓരോ സ്റ്റെപ്പിലും H റീപ്ലേസ് ചെയ്യപ്പെടുകയാണ് ക്ലോറിനുമായിട്ട്. NH3 ആയിരുന്നു നേരത്തെ, അവിടുന്ന് ഒരു H മാറി എന്തായി? Cl ആയി. അപ്പൊ NH2Cl ആയി. ഇവിടെ NH2Cl ഫർദർ ഒരു H റീപ്ലേസ് ചെയ്ത് എന്ത് മാറി? ക്ലോറിനായി. ഇവിടെ NHCl2 ഫർദർ H മാറി മുഴുവൻ എന്തായി മാറി? ക്ലോറിനായി മാറി. യെസ്, ഇവരെയാണ് നമ്മൾ എന്ത് പറയാ? കമ്പൈൻഡ് ഫോം ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത്. ഓർ ദീസ് ആർ ഓൾസോ ടേംഡ് ആസ് ക്ലോറമൈൻസ്. ഇതിനെയാണ് നമ്മൾ എന്തും പറയുന്നത്? ക്ലോറമൈൻസ് എന്നും പറയാറുള്ളത്. യെസ്, ആദ്യം എഴുതിയിരിക്കുന്നതിൽ ഒറ്റ ക്ലോറിനേ ഉള്ളൂ. ദാറ്റ് ഈസ് ടേംഡ് ആസ് മോണോക്ലോറമൈൻ. മോണോക്ലോറമൈൻ എന്നാണ് പറയാ, മോണോക്ലോറമൈൻ. ബാക്കിയുള്ളതിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. ഏതൊക്കെയാണ്? ഇവിടെ 2 ക്ലോറിൻ ഉണ്ട്. ദാറ്റ്സ് വൈ ദ നെയിം ഡൈക്ലോറമൈൻ. ഇറ്റ് ഈസ് ടേംഡ് ആസ് ഡൈക്ലോറമൈൻ. ആൻഡ് ഇവിടെ 3 ക്ലോറിൻ ഉണ്ട്, അതുകൊണ്ട് തോന്നിയേക്കാം ട്രൈക്ലോറമൈൻ. പക്ഷെ അങ്ങനെയല്ല. അതിന്റെ പേരെന്താണ്? ദാറ്റ് ഈസ് ടേംഡ് ആസ് നൈട്രജൻ ട്രൈക്ലോറൈഡ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് എന്താണ്? നൈട്രജൻ ട്രൈക്ലോറൈഡ്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? നൈട്രജൻ ട്രൈക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ടേംഡ് ആസ് നൈട്രജൻ ട്രൈക്ലോറൈഡ് എന്നാണ് പറയാ. വെരി ഇമ്പോർട്ടന്റ് ചോദ്യം ഒളിഞ്ഞിരിപ്പുണ്ട് അവിടെ. എന്താണ് ചോദ്യം? നൈട്രജൻ ട്രൈക്ലോറൈഡ് എന്നാണ് അതിന്റെ പേര്. നോക്കിയേ, ഇവരെയാണ് നമ്മള്, ഈ 3 ടീമുകളെയാണ് നമ്മള് കമ്പൈൻഡ് ഫോം ഓഫ് ക്ലോറിൻ അല്ലെങ്കിൽ ക്ലോറമൈൻസ് എന്ന് പറയുന്നത്. ഇവരുടെ ഗുണം എന്താണ്? ഇവർ നേരത്തെ പറഞ്ഞ FACയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ കുറച്ച് എഫിഷ്യൻസി കുറവാണ്. ഇവരുടെ ഒരു 25 ടൈംസ് ലെസ് ഡിസിൻഫെക്ടന്റ് ആണ് ആസ് കമ്പയർഡ് ടു FAC. നേരത്തെ ഉണ്ടായ ഫ്രീലി അവൈലബിൾ ക്ലോറിനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ എഫക്റ്റീവ്നെസ് കുറച്ച് കുറവാണ്. ബട്ട് ഗുണം എന്താണെന്നറിയോ? ഇവർക്ക് ഫ്യൂച്ചർ റീകണ്ടാമിനേഷൻ അഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഫ്യൂച്ചർ റീകണ്ടാമിനേഷൻ അഗെയിൻസ്റ്റ് ഉള്ള പ്രൊട്ടക്ഷൻ നല്ലപോലെ കൊടുക്കാൻ സാധിക്കും ഈ ഉണ്ടായിരിക്കുന്ന 3 ടീമുകൾക്ക്. These are termed as combined form of chlorine. Clear? The chlorine added also react with ammonia present in the water to form chloramines അല്ലെങ്കിൽ combined form of chlorine ആണ്. But CFC is 25 times less effective than FAC ആണ്. ഫ്രീലി അവൈലബിൾ ക്ലോറിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവർ ലെസ് എഫക്റ്റീവ് ആണ്. ബട്ട് ദേ ഹാവ് ഹൈ റെസിഡ്യൂവൽ കപ്പാസിറ്റി. ഹെൻസ് ദേ ഹെൽപ്സ് ഇൻ safeguarding the water against future recontamination. Clear അല്ലേ? ഫ്യൂച്ചർ റീകണ്ടാമിനേഷൻ. ഇതില് ഈ പറഞ്ഞ 3 എണ്ണത്തിൽ ഏതൊക്കെയാണ്? ഈ പറഞ്ഞ കമ്പൈൻഡ് ഫോമിലെ മോണോക്ലോറമൈൻ, ഡൈക്ലോറമൈൻ ആൻഡ് നൈട്രജൻ ട്രൈക്ലോറൈഡിൽ ഏറ്റവും എഫിഷ്യന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൈക്ലോറമൈൻ ആണ് ഏറ്റവും എഫിഷ്യന്റ്. ബട്ട് ഈ പറയുന്ന നൈട്രജൻ ട്രൈക്ലോറൈഡിന്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ദേ ഹാവ് നോ അല്ലെങ്കിൽ സീറോ ഡിസിൻഫെക്ടിങ് പ്രോപ്പർട്ടി ആണ്. സീറോ ഡിസിൻഫെക്ടിങ് പ്രോപ്പർട്ടി ഉള്ള സാധനമാണ് ഇത്. ഈ പറയുന്ന NCl3 എന്ന് പറയുന്ന പോയിന്റ്. അത് ചോദ്യമാണ്, അറിഞ്ഞിരിക്കുക. ക്ലിയർ അല്ലേ? യെസ്. സോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്ലോറിൻ ആഡ് ചെയ്തുകൊണ്ട് ഡിസിൻഫെക്ഷൻ നടത്തുന്ന പരിപാടിയാണ് പറഞ്ഞത്. യെസ്, ദാറ്റ് ഈസ് ടേംഡ് ആസ് ക്ലോറിനേഷൻ. 2 ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് ആണ് ഉണ്ടാവുക. ഒന്ന് FAC, പിന്നെ ഏതാണ്? CFC ആണ് ഫ്യൂച്ചർ റീകണ്ടാമിനേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. FAC എന്ന് പറയുന്ന ടീമുകൾ ഇപ്പമുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ടീമിനും എന്ത് ചെയ്യും? അതിനെ ഡിസ്ട്രോയ് ചെയ്തോളൂ. ക്ലിയർ അല്ലേ? യെസ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മൾ ആഡ് ചെയ്യപ്പെടുന്ന ക്ലോറിൻ, അതായത് ക്ലോറിൻ അപ്ലൈഡ് എന്ന് എഴുതാം അല്ലെ. വാട്ട് എവർ ദ ക്ലോറിൻ ആഡഡ്, ക്ലോറിൻ അപ്ലൈഡ് എന്ന് എഴുതാം. അതിന് നമുക്ക് CA എന്ന് പറയാം. യെസ്, ഈ ആഡ് ചെയ്യുന്ന ക്ലോറിൻ എന്ത് ചെയ്യും? മൈക്രോ ഓർഗാനിസം റിമൂവലിന് വേണ്ടി ഉപയോഗിക്കും. അതായത് അതിന്റെ ആവശ്യമുണ്ട്, കുറച്ച് ക്ലോറിന്റെ ആവശ്യമുണ്ട്. ആഡ് ചെയ്യുന്ന ക്ലോറിനിൽ എന്തോ ഒരു ഡിമാൻഡ് ഉണ്ട്. എന്താണ് ഡിമാൻഡ്? മൈക്രോ ഓർഗാനിസം റിമൂവ് ചെയ്യണം അല്ലെ. ഇറ്റ് വിൽ ബി CD എന്ന് എഴുതാം നമുക്ക്. സോ ആഡ് ചെയ്യുന്ന ക്ലോറിൻ കുറച്ചൊക്കെ എന്താവും? കുറച്ചല്ല, കുറെ അധികം എന്താവും? മൈക്രോ ഓർഗാനിസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ആവശ്യമുണ്ട്. അതിനെയാണ് പറയുന്നത് എന്ത്? ക്ലോറിൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ബാക്കി കുറച്ച് ക്ലോറിൻ നമ്മൾ എന്ത് ചെയ്യും? ബാക്കി ഉണ്ടാവണം. ഇനിയും എന്തുണ്ടാവണം? കുറച്ച് ബാക്കി ക്ലോറിൻ ഉണ്ടാവണം. അതിന് നമുക്ക് CR എന്ന് പറയാം. എന്തിനാണ് ബാക്കി കുറച്ച് ക്ലോറിൻ വേണ്ടത്? ഫ്യൂച്ചർ റീകണ്ടാമിനേഷൻ അഗെയിൻസ്റ്റ് സേഫ്റ്റി കൊടുക്കണ്ടേ?
സോ ആഡ് ചെയ്യുന്ന ക്ലോറിൻ, നിങ്ങൾ വെള്ളത്തിലേക്ക് അപ്ലൈ ചെയ്ത ക്ലോറിൻ കുറച്ചൊക്കെ എന്തോ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും. ആവശ്യം കഴിഞ്ഞാലും കുറച്ച് ബാക്കി അവിടെ ഉണ്ടാവണം. So that we can provide protection against future recontamination. So ചുരുക്കി പറഞ്ഞാൽ chlorine applied will be is equal to chlorine demand plus എന്താണ് chlorine residual ആണ്. Chlorine applied will be is equal എന്തായിരിക്കും chlorine demand, എന്തോ ഒരു ആവശ്യമുണ്ട്, ആ ആവശ്യം കഴിഞ്ഞാലും കുറച്ച് ബാക്കി ഉണ്ടാവണം. യെസ്, എത്രയാണ്? അതിനാണ് ക്ലോറിൻ റെസിഡ്യൂൽ എന്ന് പറയുന്നത്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ ക്ലോറിൻ റെസിഡ്യൂൽ എത്രയാണ്? 0.2 milligram per liter ആണ്. 0.2 milligram per liter ബാക്കി ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ ആഡ് ചെയ്യുന്ന ക്ലോറിന്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്? ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നമ്മുടെ നാട്ടില് ക്ലോറിൻ ഡയറക്ട്ലി അല്ല ആഡ് ചെയ്യാറുള്ളത്. യെസ്, ഈ പറയുന്ന HOCl-ഉം ഈ പറയുന്ന OCl- ഒക്കെ അടങ്ങിയിരിക്കുന്ന മറ്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പ്രോഡക്റ്റ് ആണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ബ്ലീച്ചിങ് പൗഡർ ആണ് നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കാറുള്ളത് അല്ലെ? നമുക്കറിയാം. ബ്ലീച്ചിങ് പൗഡറിന്റെ കെമിക്കൽ നെയിം ചോദിക്കാറുണ്ട്. കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. CaOCl twice ആണ്. Or it is also termed as calcium oxychloride, that is CaOCl twice. നോക്കിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. CaOCl2 ഇതെന്താണ്? CaOCl twice ആണ്. ഒന്ന് കാൽസ്യം ഹൈപ്പോക്ലോറൈറ്റ് ആണ്. അതിന്റെ മറ്റൊരു ഫോം ആണ് ഇത് കാൽസ്യം ഓക്സിക്ലോറൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ബ്ലീച്ചിങ് പൗഡർ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏതിനു വേണ്ടിയാണ് കൂടുതലും ഉപയോഗിച്ച് കാണാറുള്ളത്? സ്വിമ്മിംഗ് പൂളിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി ഈ പറയുന്ന ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? സോ ഇതാണ് ഡിഫറെന്റ് ഫോംസ് ഓഫ് ക്ലോറിൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റിലേക്ക് കടക്കുകയാണ്. ക്ലോറിനേഷന്റെ ടൈപ്സ് ഓഫ് ക്ലോറിനേഷൻ ആണ്. ആദ്യത്തേത് പ്ലെയിൻ ക്ലോറിനേഷൻ. പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതോ ഒരു സോഴ്സ് നിന്ന് കിട്ടിയ വെള്ളത്തിന്റെ ട്രീറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ക്ലോറിനേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. സ്ക്രീനിങ്ങോ എയറേഷനോ പ്ലെയിൻ സെഡിമെന്റേഷനോ കൊയാഗുലേഷനോ ഫിൽട്രേഷനോ ചെയ്യുന്നില്ല. കിട്ടിയ വെള്ളത്തിൽ ട്രീറ്റ്മെന്റ് ആയിട്ട് കൊടുത്തത് ഏത് മാത്രമാണ്? ക്ലോറിനേഷൻ മാത്രമാണെങ്കിൽ അതിന് എന്ത് പറയും? പ്ലെയിൻ ക്ലോറിനേഷൻ എന്ന് പറയും. അതായത് ഡിസിൻഫെക്ഷൻ മാത്രം ചെയ്താൽ മതി. അതിനർത്ഥം എന്താണ്? ആ കിട്ടിയ വെള്ളത്തിന്റെ ക്വാളിറ്റി എന്താണ്? വളരെ നല്ലതാണ്. ഇപ്പോൾ ഏതോ ഒരു സോഴ്സ് നിന്ന് കിട്ടിയ വെള്ളത്തിന്റെ ക്വാളിറ്റി നല്ലതാണ്, നല്ല വെള്ളമാണ് കിട്ടിയത്, അതിനെ ഒന്ന് ഡിസിൻഫെക്ഷൻ മാത്രം ചെയ്തു എന്നേ ഉള്ളൂ. That's why it is termed as plain chlorination. If chlorination is the only treatment provided to the water, it is termed as plain chlorination. അതിനർത്ഥം the quality of the water is very good. Existing quality of the water is very good. Next step is pre-chlorination. Pre എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പാണ്, പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശേഷമാണ് അല്ലെ? അതായത് ശരിക്കും ക്ലോറിനേഷൻ എപ്പോഴാണ് നടത്തേണ്ടത്? ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ആയിട്ടാണ്. അതിനുമൊക്കെ മുമ്പ് നിങ്ങൾ ക്ലോറിനേഷൻ നടത്തുന്നുണ്ടെങ്കിൽ, ശരിക്കും ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പാണ് ക്ലോറിനേഷൻ, അതിനുമൊക്കെ എത്രയോ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ലോറിനേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്രീ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിന്റെ എക്സിസ്റ്റിംഗ് ക്വാളിറ്റി വളരെ മോശമായത് കൊണ്ടാണ് നമ്മൾ നേരത്തെ എന്ത് ചെയ്യേണ്ടത്? ക്ലോറിനേഷൻ ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, ഇഫ് ക്ലോറിനേഷൻ ആഡഡ് അറ്റ് ദ ടൈം ഓഫ് ഏതാണ്? കൊയാഗുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലും ഫിൽട്രേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിലും നിങ്ങൾക്ക് ക്ലോറിൻ ആഡ് ചെയ്യേണ്ട അവസ്ഥ. ദാറ്റ് ഈസ് ബിക്കോസ് ദ ക്വാളിറ്റി ഓഫ് ദ വാട്ടർ ഈസ് വെരി ബാഡ്. പോസ്റ്റ് ക്ലോറിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ സ്റ്റെപ്പാണ് ഇത് ഡിസിൻഫെക്ഷൻ അല്ലെങ്കിൽ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ആ സ്റ്റെപ്പിനെ ഇറ്റ്സെൽഫ് ഈസ് ടേംഡ് ആസ് ഇറ്റ് ഈസ് എ നോർമൽ ക്ലോറിനേഷൻ പ്രോസസ്. അതായത് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന ആ സ്റ്റെപ്പിന് തന്നെയാണ് എന്ത് പറയുന്നത്? ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്ന ആ സ്റ്റെപ്പിന് തന്നെ പറയുന്ന മറ്റൊരു പേരാണെന്ത്? പോസ്റ്റ് ക്ലോറിനേഷൻ. അല്ലാതെ ഡിസിൻഫെക്ഷൻ കഴിഞ്ഞിട്ട് വീണ്ടും ക്ലോറിനേഷൻ ചെയ്യുന്നത് അല്ല കേട്ടോ, അല്ല. ദാറ്റ് സ്റ്റെപ്പ് ഇറ്റ്സെൽഫ് ഈസ് ടേംഡ് ആസ് പോസ്റ്റ് ക്ലോറിനേഷൻ. ക്ലിയർ അല്ലേ? ഇനി എന്താണ് ഡബിൾ ക്ലോറിനേഷൻ? ഈ പറഞ്ഞ ബോത്ത് പ്രീ ആൻഡ് പോസ്റ്റ് ക്ലോറിനേഷൻ നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡബിൾ ക്ലോറിനേഷൻ എന്ന് പറയുന്നത്. ആൻഡ് there is one more term that is termed as super chlorination. സാധാരണഗതിയിൽ കൊടുക്കുന്ന ക്ലോറിനേഷനെക്കാട്ടും ഒക്കെ കൂടുതലായിട്ട് നമ്മൾ ക്ലോറിൻ ആഡ് ചെയ്യുന്നു. എപ്പോഴായിരിക്കും? നോക്കിയേ, at the time of pandemic and epidemic. വെള്ളത്തിൽ ഒരു തരത്തിലും മൈക്രോ ഓർഗാനിസം കാണാൻ പാടില്ല. യെസ്, പാൻഡമിക്കോ എപ്പിഡമിക്കോ ഒക്കെ ഉണ്ടാവുന്ന ആ സിറ്റുവേഷനിൽ അല്ലെ, കൊറോണ ടൈം ഒക്കെ എന്താണ്? യെസ്, ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. നല്ല വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. മൈക്രോ ഓർഗാനിസിന്റെ പ്രസൻസ് തീരെ ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനുകളിൽ ആവശ്യത്തിലധികം ശരിക്കും കൊടുക്കുന്നതിനേക്കാളും ഒക്കെ എത്രയോ കൂടുതൽ എന്ത് ചെയ്യാണ് നമ്മൾ ക്ലോറിൻ കൊടുക്കുന്ന അവസ്ഥ. ദാറ്റ് ഈസ് ടേംഡ് ആസ് സൂപ്പർ ക്ലോറിനേഷൻ. ഇഫ് എക്സസ് ക്ലോറിൻ ഈസ് ആഡഡ് at the time of pandemic or epidemic, it is termed as super chlorination. Clear അല്ലേ? സോ ട്രീറ്റ്മെന്റിന്റെ 6 സ്റ്റെപ്പുകളാണ്. സീക്വൻസ് ആണ് ചോദിക്കുക. അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇൻ ബിറ്റ്വീൻ ടേംസുകളും ആൻഡ് വാല്യൂസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മൊത്തം ട്രീറ്റ്മെന്റ് പ്രോസസ് അവസാനിക്കാം. ഏതൊക്കെയാണ്? സ്ക്രീനിങ്, എയറേഷൻ,
യെസ്, പ്ലെയിൻ സെഡിമെന്റേഷൻ, കൊയാഗുലേഷൻ സെഡിമെന്റേഷൻ, ഫിൽട്രേഷൻ ആൻഡ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിസിൻഫെക്ഷൻ ആണ്. ക്ലിയർ അല്ലേ? സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നോക്കിയ സൈലം ടെക്നിക്കലിന്റെ ഭാഗത്ത് നിന്നും ഇനി വരാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഏത്? ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ആൻഡ് ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2 എന്ന് പറയുന്ന എക്സാം ജനുവരി 7 എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് മൊത്തം സിലബസും കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ബാച്ച് ഓൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. യെസ്, നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് 1499 രൂപയ്ക്കാണ് കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് തന്നെ സൈലം ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക, കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം. ക്ലിയർ അല്ലേ? സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതുപോലെയുള്ള മറ്റു പോർഷൻസുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.